പരിശുദ്ധ കന്യാമറിയമേ, യേശുവിൻ അമ്മേ മാതാവേ. പരിശുദ്ധ കന്യാമറിയമേ, യേശുവിൻ അമ്മേ മാതാവേ. സ്വർഗത്തിൻ റാണി അമലോത്ഭവേ, ഞങ്ങൾക്കായെന്നെന്നും പ്രാർത്ഥിക്കണേ. അമ്മേ അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ അമ്മേ എൻ്റെ ആലംബമേ. അമ്മേ അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ അമ്മേ എൻ്റെ ആലംബമേ. സ്നേഹമുള്ളവരെ, ഇന്ന് മാതാവിൻ്റെ വണക്കമാസത്തിൻ്റെ 18-ാം ദിവസമാണ്. ഇന്നത്തെ വിചിന്തന വിഷയം പരിശുദ്ധ അമ്മയുടെ നിത്യകന്യകത്വം എന്ന മരിയൻ വിശ്വാസ സത്യമാണ്. സഭയുടെ ചരിത്രത്തിൽ ഇന്നുവരെ 4 മരിയൻ വിശ്വാസ സത്യങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ 4 മരിയൻ വിശ്വാസ സത്യങ്ങൾ: 1, മറിയം ദൈവമാതാവാണ്; 2, മറിയം അമലോത്ഭവയാണ്; 3, മറിയം നിത്യ കന്യകയാണ്; 4, മറിയം സ്വർഗാരൂപതയാണ്. മാനുഷിക ബുദ്ധി കൊണ്ട് അന്വേഷിച്ചാൽ പലപ്പോഴും ഇത് മനസ്സിലാക്കുക വളരെ പ്രയാസമുള്ളതാണ്. പക്ഷേ സഭ ഔദ്യോഗികമായി നൽകുന്ന മരിയൻ വിശ്വാസ സത്യങ്ങളായ ഈ 4 സത്യങ്ങളും ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ എല്ലാ വിശ്വാസികളും അത് വിശ്വസിക്കുവാൻ കടപ്പെട്ടവരാണ്. അതിൽ 3-ാമത്തേതാണ് ഇന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്: മറിയം നിത്യകന്യക. പരിശുദ്ധ ബൈബിളില് പരിശുദ്ധ അമ്മ പറയുന്നു സ്തോത്രഗീതത്തിൽ, എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എല്ലാ തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുവാൻ തക്കവിധം ശക്തനായവൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. എന്നാൽ സഭയുടെ ചരിത്രത്തിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയവും അമ്മയുടെ മക്കളായ നമ്മളും ഏറ്റവും അധികം അവഹേളിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം മറിയം നിത്യകന്യക എന്ന മരിയൻ വിശ്വാസ സത്യത്തിന്റെ പേരിലാണ്. ഈശോ ജാരസന്തതിയാണെന്ന അധിക്ഷേപം പോലും സഹിച്ച് സഭയുടെ ചരിത്രത്തിൽ 1-ാം നൂറ്റാണ്ട് മുതൽ ഇതുവരെ ഈ വിശ്വാസ സത്യം നമ്മൾ മുറുകെ പിടിക്കുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇത് സത്യമാണ് എന്ന് സഭയ്ക്ക് ഉത്തമമായ ബോധ്യമുള്ളത് കൊണ്ടാണ്. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുചൊല്ലുന്നു, അവിടുന്ന് കന്യകാമറിയത്തിൽ നിന്ന് ശരീരമെടുത്ത് മനുഷ്യനായി പിറന്നു. കന്യകാമറിയത്തിൽ നിന്ന് ശരീരമെടുത്തു എന്ന് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പ്രത്യേകമായി നമ്മൾ ഏറ്റുചൊല്ലുന്നതിന്റെ കാരണം അവൾ കന്യകയാണ് എന്നത് സഭ ഔദ്യോഗികമായി വിശ്വാസ പ്രമാണം രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ നമ്മൾ അത് വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. ഈശോയുടെ ജനനത്തിന് 750 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ തന്റെ പുസ്തകത്തിന്റെ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ പരിശുദ്ധ അമ്മയുടെ കന്യത്വത്തെ കുറിച്ചുള്ള സൂചനകൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ സഭ ഔദ്യോഗികമായി അത് വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കുന്നത് AD 649 നടന്ന ലാറ്ററൽ സൂനകദോസിൽ വെച്ചാണ്. ലാറ്ററൽ സൂനകദോസിൽ ഇങ്ങനെയാണ് സഭ പഠിപ്പിച്ചത്: അനുഗ്രഹീത കന്യകയും അമലോത്ഭവയുമായ മറിയം പുരുഷ സംസർഗം കൂടാതെ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയാവുകയും തന്റെ കന്യാത്വത്തിന് ഭംഗം വരാതെ പുത്രന് ജന്മം നൽകുകയും ഈശോയുടെ ജനനശേഷവും അവരുടെ കന്യാത്വം അഭംഗുരം കാത്തു സൂക്ഷിക്കുകയും ചെയ്തു എന്നാണ്. ഈ വിശ്വാസ പ്രഖ്യാപനത്തിൽ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. 1, ഈശോയുടെ ജനനത്തിന് മുൻപ് പരിശുദ്ധ മറിയം കന്യകയായിരുന്നു. 2, ഈശോയുടെ ജനന സമയത്ത് പരിശുദ്ധ മറിയം കന്യകയായിരുന്നു. 3, ഈശോയുടെ ജനനത്തിന് ശേഷവും പരിശുദ്ധ മറിയം കന്യകയായിരുന്നു. നമ്മൾ ഇത്തിരി ആഴങ്ങളിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഈശോയുടെ ജനനത്തിന് മുൻപ് മറിയം കന്യകയായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്?
സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 26-27 വാക്യങ്ങളിൽ 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയായിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. കന്യകയുടെ അടുത്തേക്കാണ് ഗബ്രിയേൽ ദൂതനെ ദൈവം അയക്കുന്നത്. ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 35-ാം വചനത്തിൽ നിന്ന് ദൈവപുത്രനും പരിശുദ്ധനുമായ ജനിക്കാനിരിക്കുന്ന ശിശു പരിശുദ്ധമായ ഒരു ശരീരത്തിൽ നിന്ന് ശരീരം സ്വീകരിക്കണമെന്നത് ദൈവത്തിന്റെ നിശ്ചയമായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈശോയുടെ ജനനത്തിന് മുൻപ് കന്യകയായിരുന്നു എന്ന് പറയുന്നു. പുരുഷ സംസർഗമില്ലാതെ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ മറിയം പുത്രനെ പ്രസവിക്കുന്നതിന് മുൻപ് കന്യകയായിരുന്നു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. രണ്ടാമതായി, ഈശോയുടെ ജനന സമയത്ത് പരിശുദ്ധ മറിയം കന്യകയായിരുന്നു. വിശുദ്ധ തോമസ് അക്വീനാസ് പറയുന്നത് സാധാരണ പ്രസവങ്ങളിൽ സംഭവിക്കുന്നത് പോലെയുള്ള കാര്യമായിരുന്നില്ല തിരുപ്പിറവിയിൽ സംഭവിച്ചത് എന്നാണ്. AD 451 നടന്ന കാൽസിഡോൺ കൗൺസിൽ പഠിപ്പിക്കുന്നത് കന്യത്വ ഭംഗം കൂടാതെയുള്ള ജനനം ദൈവം മറിയത്തിൽ അനുവദിച്ച അത്ഭുതമായിരുന്നു എന്നാണ്. അമലോത്ഭവയായി പരിശുദ്ധ മറിയത്തെ സൃഷ്ടിച്ച ദൈവത്തിന് കന്യാത്വ ഭംഗം കൂടാതെ പുത്രന് ജന്മം നൽകുവാനുള്ള കഴിവ് അത്ഭുതകരമായി നൽകുവാൻ കഴിയുമായിരുന്നു. അത് ദൈവത്തിന് സാധ്യമായിരുന്നു. അഗസ്തീനോസ് പുണ്യവാൻ നമ്മോട് പറയുന്നത് കണ്ണാടിക്ക് പോറലേൽക്കാതെ സൂര്യപ്രകാശം കടന്നു പോകുന്നത് പോലെ അടഞ്ഞ വാതിൽ തുറക്കാതെ ഉദ്ധിതനായ ഈശോ മുറിക്ക് ഉള്ളിലേക്ക് കടന്നു വന്നതുപോലെ ദൈവപുത്രനായ ഈശോ മാതാവിന്റെ കന്യത്വത്തിന് ഭംഗം വരുത്താതെ ജന്മമെടുത്തു എന്നാണ്. വളരെ ശ്രദ്ധേയമാണ് വിശുദ്ധ ആഗസ്തീനോസിന്റെ ഈ പ്രസ്താവന. അതുകൊണ്ട് ഈ സഭയുടെ പഠനങ്ങളിലും പിതാക്കന്മാരുടെ പഠനങ്ങളിൽ നിന്നുമെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോയുടെ ജനന സമയത്ത് മറിയം കന്യകയായിരുന്നു എന്നാണ്. ഇനി മൂന്നാമതായി, ഈശോയുടെ ജനനശേഷവും പരിശുദ്ധ മറിയം കന്യകയായിരുന്നു എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അതിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി, മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഈശോയുടെ സഹോദരന്മാർ എന്നൊരു വാക്യം നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ഈശോയുടെ ജനനശേഷം ഈശോയ്ക്ക് വേറെ സഹോദരന്മാരുണ്ടായിരുന്നു എന്ന് പലരും വാദിക്കുവാനുള്ള കാരണമായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പരമമായ കാര്യം, ഈശോയുടെ സഹോദരന്മാർ എന്ന് പറയുന്ന ഭാഗത്ത് ഒരിടത്ത് പോലും ബൈബിളില് മറിയത്തിന്റെ മക്കൾ എന്ന് പറയുന്നില്ല. അപ്പൊ ഈശോയുടെ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ യോസേപ്പ് പിതാവിന്റെയും മാതാവിന്റെയും കുടുംബ ബന്ധുക്കളുടെ മക്കളാണ് എന്നാണ് മനസ്സിലാവുക. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ തന്റെ അമ്മയെ യോഹന്നാനെന്ന് ഭരമേൽപ്പിച്ചത് ഈശോയ്ക്ക് വേറെ സഹോദരന്മാർ നേരിട്ട് ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശോയുടെ ജനനത്തിന് ശേഷവും അവൾ കന്യകയായിരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഈശോയ്ക്ക് വേറെ സഹോദരങ്ങളില്ലായിരുന്നു എന്നതുകൊണ്ടാണ്. രണ്ടാമതായി, മത്തായിയുടെ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിയില്ല എന്നൊരു വാക്യം വളരെ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അറിയുക എന്ന ക്രിയാരൂപത്തിന് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുക എന്ന ഒരർത്ഥം കൂടെ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ വാക്യവും പരിശുദ്ധ അമ്മയുടെ കന്യത്വത്തെ ചോദ്യം ചെയ്യുവാൻ, ഈശോയുടെ ജനനത്തിന് ശേഷമുള്ള കാലഘട്ടങ്ങളെ ചോദ്യം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇവിടെ അറിയുക എന്ന പദത്തിന്റെ സാമാന്യ അർത്ഥം മനസ്സിലാക്കുക, ഗ്രഹിക്കുക, വെളിപാട് സ്വീകരിക്കുക എന്നിവയൊക്കെയാണ്. ദൈവപുത്രനായ ഈശോ മറിയത്തിൽ നിന്ന് ജനിച്ചു കഴിഞ്ഞപ്പോഴാണ്
തൻ്റെ ഭാര്യയായ മറിയം ആരാണ് എന്ന് യോസേപ്പ് പിതാവിന് യഥാർത്ഥത്തിൽ മനസ്സിലായത്. ഇത് തിരിച്ചറിയണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിന്റെ 3-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ള സർപ്പത്തിന്റെ തല തകർക്കാൻ വരുന്നവന്റെ അമ്മയാണ് തൻ്റെ കൂടെ ജീവിക്കുന്ന ഈ മറിയമെന്ന് യോസേപ്പ് പിതാവിന് യഥാർത്ഥത്തിൽ മനസ്സിലായത് ഈശോയുടെ ജനനത്തിന് ശേഷമാണ് എന്നതാണ് സത്യം. വെളിപാട് പുസ്തകത്തിന്റെ 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയാനിരിക്കുന്ന സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, ആ സ്ത്രീ തൻ്റെ കൂടെ വസിക്കുന്ന മറിയമാണെന്ന് യോസേപ്പ് പിതാവിന് പിന്നീടാണ് മനസ്സിലായത്, ഈശോയുടെ ജനനത്തിന് ശേഷമാണ്. അതുപോലെ തന്നെ ചന്ദ്രനെ പാദപീഠമാക്കിയ സ്ത്രീ എന്ന് പറയുന്നത് ഈ തൻ്റെ കൂടെ ജീവിക്കുന്ന തൻ്റെ ഭാര്യയായ ഈ മറിയമാണ് എന്ന് യോസേപ്പ് പിതാവിന് പിന്നീടാണ് മനസ്സിലാകുന്നത്. 12 നക്ഷത്രങ്ങൾ കൊണ്ടുണ്ടാക്കിയ കിരീടമണിഞ്ഞ സ്ത്രീ എന്ന് വെളിപാട് പുസ്തകം ഓർമ്മപ്പെടുത്തുന്ന സ്ത്രീ തൻ്റെ കൂടെ വസിക്കുന്ന ഈ മറിയമാണെന്ന് ഈശോയുടെ ജനനത്തിന് ശേഷമാണ് യോസേപ്പ് പിതാവിന് മനസ്സിലായത്. അതുകൊണ്ടാണ് പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിയമപ്രകാരം തൻ്റെ ഭാര്യയായ മറിയം യഥാർത്ഥത്തിൽ ആരാണെന്ന് വെളിപ്പെട്ട് കിട്ടിയ യോസേപ്പ് പിതാവ് മറിയത്തോടൊത്ത് വസിച്ചത് എങ്ങനെയാണെന്ന് വിശുദ്ധനായ എഫ്രേം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരിപാവനമാം വസ്തുക്കൾ നിറയും പെട്ടക സവിധത്തിൽ വിരവട് ശുശ്രൂഷകൾ ചെയ്യും ആചാര്യനു തുല്യം എന്നാണ് അദ്ദേഹത്തിന്റെ കവിത. എന്ന് പറഞ്ഞാൽ വാഗ്ദാന പേടകത്തിനരികെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ആചാര്യനെ പോലെ മറിയത്തിന് ശുശ്രൂഷ ചെയ്ത് യോസേപ്പ് പിതാവ് ജീവിക്കുകയായിരുന്നു ഈശോയുടെ ജനനത്തിന് ശേഷം. അതുകൊണ്ടാണ് ഈശോയുടെ ജനന ശേഷവും മറിയം കന്യകയായിരുന്നു എന്ന് സഭ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ നിത്യകന്യത്വം ധ്യാനിക്കുന്ന വണക്കമാസത്തിന്റെ ഈ 18-ാം ദിവസം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതാന്തസ്സിന് യോജിച്ച വിധം വിശുദ്ധമായി ജീവിക്കുവാനും സ്ത്രീത്വത്തെ ആദരിക്കുവാനും സ്ത്രീ ഇണ മാത്രമല്ല അമ്മയും സഹോദരിയും മകളുമൊക്കെയാണ് എന്ന് തിരിച്ചറിയുവാനുള്ള കൃപ എല്ലാവർക്കും ലഭിക്കുവാൻ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം 18-ാം തീയതി പരിശുദ്ധ കന്യകയുടെ കന്യാത്വം. ദൈവം സ്ത്രീകൾക്ക് നൽകിയ 2 ദാനങ്ങളാണ് മാതൃത്വവും കന്യാത്വവും. സ്വാഭാവിക തലത്തിൽ ഇവ രണ്ടും ഒരു വ്യക്തിയിൽ സമ്മേളിക്കുക അസാധ്യമാണ്. എന്നാൽ ലോക ചരിത്രത്തിൽ ആദ്യത്തേതും അവസാനത്തേതുമായി പരിശുദ്ധ അമ്മ ആ നിയമത്തിന് മാറ്റം കുറിച്ചു. ദൈവശാസ്ത്രത്തിൽ കന്യകാത്വം ഒരു സുഹൃതമാണ്. ഒരർത്ഥത്തിൽ പരിശുദ്ധ കന്യകയുടെ കന്യാത്വമാണ് ലോക പരിത്രാതാവിനെ ജനിപ്പിച്ചത്. അതിനാൽ കന്യാത്വം ആധ്യാത്മിക ജനനത്തിൻ്റെ ഉറവിടമായി. പരിശുദ്ധ കന്യകയുടെ കന്യാത്വത്തിൻ്റെ യാതൊരു കോട്ടവും തട്ടാതെയാണ് മിശിഹ ജനിച്ചത്. അനുവദനീയമായ ലൈംഗിക സുഖഭോഗങ്ങൾ പോലും പരിത്യജിച്ച് ആത്മശരീര വിശുദ്ധി ആജീവനാന്തം പാലിക്കുക എന്നതാണ് കന്യാത്വം കൊണ്ട് വിവക്ഷിക്കുന്നത്. പരിശുദ്ധ കന്യക മിശിഹായെ ഗർഭം ധരിക്കുന്നതിന് മുൻപും പരിശുദ്ധാത്മാവിനാൽ ഈശോയെ ഗർഭം ധരിച്ചതിന് ശേഷവും അവിടുത്തെ കന്യാത്വത്തിന് യാതൊരു ഭംഗവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അപ്പസ്തോലിക കാലം മുതലുള്ള വിശ്വാസമായിരുന്നു. കണ്ടാലും കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്നുള്ള ഏശയ്യാ പ്രവാചകന്റെ പ്രവചനം ക്രിസ്തുവിൻ്റെ കന്യകയിൽ നിന്നുള്ള ജനനത്തെ എടുത്തു കാണിക്കുന്നു. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ മംഗളവാർത്തയെപ്പറ്റി പ്രതിപാദിക്കുമ്പോൾ ദേവദൂതൻ യൗസേപ്പ് എന്ന പുരുഷനോട് വിവാഹ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന കന്യകയുടെ പക്കലേക്ക് അയക്കപ്പെട്ടു. മേരി ദൂതനോട് പറഞ്ഞ വാക്കുകളും അത് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇത് എങ്ങനെ സംഭവിക്കും? ദേവദൂതൻ ഉടൻ തന്നെ മേരിയുടെ സംശയ നിവാരണം വരുത്തി. പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അതിനാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ പരിശുദ്ധനായിരിക്കും, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. ഇതാ നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് തന്നെയും അവരുടെ വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് വിളിക്കപ്പെടുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല.
ഇവിടെ സാധാരണ രീതിയിൽ അസാധ്യമായ ഒന്നിൻ്റെ സാധ്യതയെപ്പറ്റി അഥവാ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലുള്ള ഗർഭധാരണമാണ് ദേവദൂതൻ്റെ വിവക്ഷ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇത് വ്യക്തമാക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. ഇന്ന് ലൈംഗികാദി പ്രസരവാദവും ലൈംഗിക രാജകത്വവും ശക്തി പ്രാപിച്ചു വരുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ കന്യകയുടെ മാതൃക നമുക്ക് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ പ്രചോദനമരുളും. ഓരോ ജീവിതാന്തസ്സിലുള്ളവരും അവരവരുടെ ജീവിതാന്തസ്സിനനുസരണമായി വിശുദ്ധി പാലിക്കണം. പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി ശുദ്ധതയുടെ ഏറ്റവും സുനിശ്ചിതമായ അടയാളവുമാണ്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണും. ശുദ്ധത പാലിക്കുന്നവരെ പരിശുദ്ധ കന്യകയും ഈശോയും വളരെയധികം സ്നേഹിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സംഭവം: അയർലൻഡിലെ വിശുദ്ധ ബ്രിജിറ്റ് വളരെ സൗന്ദര്യവതിയായിരുന്നു. അവൾ കന്യകയുടെ നേരെ അതിയായ ഭക്തിയുള്ളവളുമായിരുന്നു. ചെറുപ്പത്തിലെ തന്നെ അവൾ കന്യാവ്രതം വാഗ്ദാനം ചെയ്തു. പക്ഷേ മാതാപിതാക്കന്മാർ വിവാഹം കഴിക്കുവാൻ നിർബന്ധിച്ചു. ഒരു പ്രഭുകുമാരൻ അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. ബ്രിജിറ്റ് കന്യാവ്രതം അർപ്പിച്ചതുകൊണ്ട് വിവാഹത്തിൽ വൈമുഖ്യം പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, അവൾക്ക് ഒരു രോഗം പിടിപെട്ട് അവളുടെ സൗന്ദര്യത്തിന് കോട്ടം സംഭവിച്ചു. ശുദ്ധതയോടു കൂടെയുള്ള സ്നേഹം നിമിത്തം അവൾ തന്നെ മുഖം വിരൂപമാക്കി. തന്നിമിത്തം വിവാഹാലോചനകളെല്ലാം മാതാപിതാക്കന്മാർ ഉപേക്ഷിച്ചു. കുറെ നാൾ കഴിഞ്ഞ് അത്ഭുതമെന്ന് പറയട്ടെ, അവളുടെ പൂർവ്വ സൗന്ദര്യം അവൾക്ക് ലഭിച്ചു. അവൾ പിന്നീട് പരിശുദ്ധ കന്യകയോട് ഏറ്റവും ഐക്യം പ്രാപിച്ചു. അതിനാൽ അയർലൻഡിലെ മേരി എന്ന അപരനാമത്തിന് അവൾ അർഹയായിത്തീർന്നു. എല്ലാ വിശുദ്ധരും അവളുടെ ശുദ്ധത സംരക്ഷിക്കുന്നതിനായി പരിശുദ്ധ കന്യകയോട് അനാദൃശ്യമായ ഭക്തി പ്രകടിപ്പിച്ചിരുന്നു. അവൾ കന്യകകളുടെ രാജ്ഞിയാണ്. പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി ശുദ്ധിയുടെ ഏറ്റവും സുനിശ്ചിതമായ അടയാളമാണ്. പ്രാർത്ഥന: പരിശുദ്ധ കന്യകയെ, അങ്ങ് അവിടുത്തെ കന്യാവ്രതത്തെ ഏറ്റവും വിലമതിച്ചിരുന്നു. ദൈവമാതൃത്വം അങ്ങേക്ക് നൽകിയ അവസരത്തിൽ പോലും അവിടുന്ന് അതിനെ വളരെ സ്നേഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കി. ഞങ്ങൾ ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ഇന്ന് അനേകർ തങ്ങളുടെ ആത്മനൈർമല്യത്തെ കളങ്കപ്പെടുത്തി ജീവിക്കുന്നു. അവർക്കെല്ലാവർക്കും മാനസാന്തരത്തിനുള്ള പ്രചോദനം ലഭിക്കട്ടെ. കന്യാംബികയെ, അങ്ങാണല്ലോ എല്ലാവർക്കും ഹൃദയശുദ്ധതയോടുള്ള സ്നേഹം നൽകുന്നത്. ഞങ്ങളും അതിനെ വിലമതിക്കുവാനുള്ള ജ്ഞാനം പ്രദാനം ചെയ്യണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ചു. നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെയെങ്കിലും നിന്നാൽ കൈവിടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നനച്ചു കൊള്ളണമേ. കന്യാവ്രതക്കാരുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു. നെടുവീർപ്പിട്ട് കണ്ണുനീർചേന്തി പാപിയായ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവം കാത്തുകൊള്ളണമേ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതിനു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ. കന്യാമേരി വിമലാംബേ, ദൈവകുമാരനുമാതാവേ, രക്ഷകനൂഴിലംബികയേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിതരാം നിർമ്മലമാതാവേ, കറയില്ലാത്തൊരു കന്യകയേ, നേർവഴി കാട്ടും ദീപശിഖേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. നിത്യമഹോന്നത കന്യകയേ, വിവേകമതിയാം കന്യകയേ, വിശുദ്ധയാം സുരകന്യകയേ, പ്രാർത്ഥിക്കണമേ വിശ്വാസത്തിൻ നിറകുടമേ, കാരുണ്യത്തിൻ നിലയനമേ, നീതി വിളങ്ങും ദർപ്പണമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിജ്ഞാനത്തിൻ വേദികയേ, മാനവനുത്സവദായികയേ, ദൈവികമാം പനിനീർ സുമമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ദാവീദിൻ തിരുഗോപുരമേ, നിർമ്മലദന്ത ഗോപുരമേ, പൊന്നിൻ പൂമണി മന്ദിരമേ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
നിരയുടെ രാജ്ഞി, രക്താങ്കിതരുടെ രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സിദ്ധന്മാരുടെ രാജ്ഞി, ഭാരത സഭയുടെ രാജ്ഞി, അമലോത്ഭവയാം രാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ശാന്തി ജഗത്തിനു നൽകും നിത്യവിരാജിതരാജ്ഞി, സ്വർഗാരോപിതരാജ്ഞി, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജപം. സർവേശ്വരൻ്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ നിന്റെ പക്കൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ത്യജിക്കല്ലേ. ഭാഗ്യവതിയും ആശീർവദിക്കപ്പെട്ടവളുമായ അമ്മേ, സകല ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, മുഴുവൻ മനസ്സോടുകൂടി അങ്ങയുടെ മുൻപിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻ പാർത്ത് എപ്പോഴും കന്യകയായിരിക്കുന്ന മറിയത്തിൻ്റെ അപേക്ഷയാലെ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കൃപ ചെയ്ത് രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. ജപം. പരിശുദ്ധ രാജ്ഞി, കരുണയുടെ മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണമേ സ്വസ്തി. ഹവ്വായുടെ പുറന്തള്ളപ്പെട്ട മക്കളായിരിക്കുന്ന ഞങ്ങൾ അങ്ങേ പക്കൽ നെടുവീർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥേ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ദരത്തിൻ്റെ അനുഗ്രഹ ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന മറിയത്തിൻ്റെ ആത്മാവ് ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായി പീഠമാർപ്പാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നിനച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവരുടെ അനുഗ്രഹമുള്ള അപേക്ഷയാലെ ഈ ലോകത്തുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് നീ തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സുഹൃത ജപം. മറിയമേ സ്വസ്തി, നാഥേ സ്വസ്തി, സമുദ്രതാരമേ സ്വസ്തി. പരിശുദ്ധ കന്യാമറിയമേ, യേശുവിൻ അമ്മേ മാതാവേ. പരിശുദ്ധ കന്യാമറിയമേ, യേശുവിൻ അമ്മേ മാതാവേ. സ്വർഗത്തിൻ റാണി അമലോത്ഭവേ, ഞങ്ങൾക്കായെന്നെന്നും പ്രാർത്ഥിക്കണേ. അമ്മേ അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ അമ്മേ എൻ്റെ ആലംബമേ. അമ്മേ അമ്മേ എൻ്റെ ആശ്രയമേ, അമ്മേ അമ്മേ എൻ്റെ